RSS മേധാവി മോഹൻ ഭാഗവതിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ദീപികയുടെ എഡിറ്റോറിയൽ. ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലാണ് എന്ന ഭാഗവതിന്റെ പ്രസ്താവന സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളോടുള്ള നിന്ദയും ചരിത്ര നിഷേധവുമാണ് എന്നാണ് വിമർശനം. സംഘപരിവാറിന്റെ താൽപ്പര്യങ്ങൾക്ക് അന്തരിച്ച രാഷ്ട്രപതി ഉപയോഗിച്ചത് നിഷ്കളങ്കമാകാനിടയില്ല എന്നും വിമർശനത്തിൽ പറയുന്നു. ആസിഫ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആസിഫ്, എന്തെല്ലാമാണ് ലേഖനത്തിലെ പ്രധാനമായുള്ള വിമർശനങ്ങൾ? ലാൽ, ദീപികയുടെ എഡിറ്റോറിയലിൽ വിചാരധാരകൾ മറന്നീക്കുമ്പോൾ എന്ന തലക്കെട്ടിലുള്ള എഡിറ്റോറിയലാണ് രൂക്ഷമായ വിമർശനം RSSനും RSS മേധാവിക്കുമെതിരെ ഉയർത്തുന്നത്. ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലാണ് രാജ്യത്തിന് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചതെന്നും ഗർഭാപസം നടത്തിയത് കൊണ്ട് അത്രയും പേർ ദേശദ്രോഹികളായില്ല എന്ന രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി പറഞ്ഞതായി RSS മേധാവി അവകാശപ്പെട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദീപികയുടെ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും ആദിവാസികളെയും ക്രൈസ്തവരെയും അവഹേളിക്കുന്ന RSS മേധാവിയുടെ വാക്കുകൾ നിന്ദ്യവും ന്യൂനപക്ഷവും ചരിത്ര നിഷേധവുമാണെന്ന് ഈ ഒരു എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യസ്നേഹത്തിന്റെ കുത്തക ഏറ്റെടുക്കുന്നതിനുള്ള സംഘപരിവാറിന്റെ കുറുക്കുവഴികൾ ചരിത്രബോധവും മതേതര ജനാധിപത്യമുള്ളവർ വിശ്വസിക്കില്ല. ഈ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന് വിചാരിക്കുന്ന മോഹൻ ഭാഗവത് 10 വർഷത്തിലേറെയായി BJP ആണ് ഭരിക്കുന്നതെന്ന് മറന്നുപോവുകയാണോ എന്നും ഈ എഡിറ്റോറിയൽ എടുത്തു ചോദിക്കുന്നുണ്ട്. ധീരമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും രാമക്ഷേത്ര പ്രതിഷ്ഠയെ യഥാർത്ഥ സ്വാതന്ത്ര്യവുമായി പുനഃപ്രതിഷ്ഠിക്കാനുള്ള ശ്രമം പ്രതിഷേധാർഹമാണ് എന്നും ഈ ഒരു എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി പിന്നീട് ചൂണ്ടിക്കാണിക്കുന്നത് നൂറ്റാണ്ട് നീണ്ട ഐതിഹാസിക സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള ആരോപണം നേരിടുന്നവരുടെ അപകർഷ ബോധമാണോ ഇത്തരം നിന്ദയ്ക്ക് പിന്നിലെന്ന് ഓർക്കണമെന്നും എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഗർഭാപസിയുടെ പേരിൽ മതപരിവർത്തനം നടത്തിയതുള്ള ക്രൈസ്തവർക്ക് ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയും. അത് സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കായി രാഷ്ട്രപതിയെ ഉപയോഗിച്ചതാണോ എന്നത് സംശയവും ദീപിക എഡിറ്റോറിയൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന നിഷ്കളങ്കമാകാൻ ഇടയില്ല എന്നും എന്തായാലും എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും അഹിംസയിൽ വിശ്വസിക്കുന്ന സമാധാനപ്രിയരും സേവനത്തിൽ അധിഷ്ഠിതമായ ക്രൈസ്തവ സമൂഹത്തെ RSS മേധാവിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ദീപികയുടെ എഡിറ്റോറിയൽ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ RSS മേധാവി മോഹൻ ഭാഗവതിനെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്.